കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് രാത്രിയിലും മഹത്വമെടുക്കുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കുന്നത് എത്ര അനുഗ്രഹവും എത്ര സന്തോഷവുമാണ്. കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെയൊക്കെ മുൻപിൽ ഞാൻ നിൽക്കുക എന്ന് പറയുന്നത് സാഹസമാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. എങ്കിലും കർത്താവിൻ്റെ ദാസന്മാർ വെളിപ്പെടുത്തുന്ന അവരുടെ ആ വിലപ്പെട്ട സഹകരണം വളരെ പ്രചോദനം നൽകുന്നതാണ്, ധൈര്യവും നൽകുന്നതാണ്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഇന്ന് രാത്രിയിലും ദൈവവചനത്തിലേക്ക് തന്നെ നമുക്ക് ശ്രദ്ധ തിരിക്കാം. ആക്ച്വലി ഇതുവരെ നമ്മൾ ഈ ലേഖനത്തിലേക്ക് കയറിയില്ല. ലേഖന കർത്താവിനെ കുറിച്ച് ഇങ്ങനെ പല കാര്യങ്ങൾ നാം ശ്രദ്ധിക്കുകയായിരുന്നു. He has the right potential and he got right experiences. ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചത് റൈറ്റ് ആറ്റിറ്റ്യൂഡ്സ്. 6 കൂട്ടം മനോഭാവങ്ങളെക്കുറിച്ച് പറഞ്ഞു. പലരും ആക്ഷനെ എംഫസൈസ് ചെയ്യുമ്പോൾ ഞാൻ അത് ചെയ്തു, ഇത്രത്തോളം ചെയ്തു, ഇത്ര പ്രസംഗിച്ചു, ഇത്ര സഭകൾ സ്ഥാപിച്ചു, അതൊക്കെ പറയുമ്പോഴും കർത്താവ് നോക്കുന്നത് ആറ്റിറ്റ്യൂഡാണ്. ആരോ പറഞ്ഞ പോലെ പണവും വാചാലതയും ഉണ്ടെങ്കിൽ കുറേയൊക്കെ നടക്കും. തീ കൊണ്ട് ശോധന ചെയ്യുമ്പോൾ വെന്തു പോകുന്നതാണെങ്കിൽ, മരം, പുല്ല്, വൈക്കോൽ ഇവ കൊണ്ട് നിർമ്മിച്ചതെല്ലാം ഒരുപടി ചാരമായി മാറുമ്പോൾ, തീയിൽ ശോധന കഴിക്കുമ്പോൾ വെന്തുപോകാത്തൊരു പണി, വെന്തുപോകാത്തൊരു ജീവിതം, അതിൻ്റെ ഉടമയായി തീരുവാൻ കർത്താവ് നമ്മെ ധാരാളമായി സഹായിക്കട്ടെ. ലേഖനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നമേ എനിക്ക് പത്രോസിനെ കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടെ പറയാതെ മുമ്പോട്ട് പോയാൽ ശരിയാകില്ല എന്നാണ് എൻ്റെ ബോധ്യം. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൽ തൻ്റെ നിഴല് തട്ടുമ്പോൾ രോഗികൾ സൗഖ്യമാകും. അതിൻ്റെ 15-ാമത്തെ വാക്യത്തിലാണ് എന്തൊരു മാറ്റമാണ് ഈ വ്യക്തിയിൽ കർത്താവ് വരുത്തിയിരിക്കുന്നത്. ആ ജനത്തിന്റെ ചെയ്തികളെ തലമുടിനാര് ഇഴകീറുന്ന പോലെ കീറി അപഗ്രഥിച്ച് വിമർശിക്കാൻ നിൽക്കാതെ ജനത്തിന്റെ ആവശ്യബോധത്തെ ദൈവം മാനിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. പത്രോസിന്റെ നിഴല്, absolutely there is nothing in a shadow. അതാ ശരി. nothing at all. ദൈവം ആരിൽ കൂടിയാ പ്രവർത്തിക്കുന്നറിയാമോ? I am something എന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല. absolutely Lord I am nothing. ആ കാഴ്ചപ്പാട് നമുക്കുണ്ടെങ്കിൽ അവരിൽ കൂടെ ദൈവം പ്രവർത്തിക്കും. Shadow operates in the brightness. നല്ല പ്രകാശമുള്ളിടത്തേ നിഴല് വരുള്ളൂ, ഇല്ലെങ്കിൽ നിഴലുണ്ടാകത്തില്ല. അപ്പം നമ്മൾ പ്രകാശത്തിൽ ആയിരിക്കണം. നമ്മളിൽ നിഴല് വീഴരുത്, പക്ഷെ നമ്മുടെ നിഴല് മറ്റുള്ളവരിലേക്ക് വീഴണം. ശ്രദ്ധിക്കണേ, ഒരു ഷാഡോയുടെ അല്ലെങ്കിൽ നിഴലിന്റെ റെസ്പോൺസിബിലിറ്റി, യു ആർ റെസ്പോൺസിബിൾ ഫോർ യുവർ ഷാഡോ എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന നിലയിലാണ് നിഴൽ വന്നതെങ്കിൽ അതിനർത്ഥം നാം ഇരിക്കുകയായിരുന്നു.
നിൽക്കുന്ന നിലയിലാണ് നിഴലെങ്കിൽ നാം നിൽക്കുകയാണ്. നിഴലിനെ ആരും കുറ്റം പറയരുത്, നമ്മളെ തന്നെ ഒന്ന് കുറ്റം പറഞ്ഞാൽ മതി. ഇന്ന് പലരും നിഴല് ശരിയാകുന്നില്ലെന്നും പറഞ്ഞ് നിഴലിനെ ശാസിക്കുകയും നിഴലിനെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുകയാണ്. പക്ഷെ നമ്മൾ തന്നെയാണ് നമ്മുടെ നിഴലിൻ്റെ ഉത്തരവാദി. പക്ഷെ ഇത് ഒരു എക്സെപ്ഷണൽ കേസായിരുന്നു. വേറെ എങ്ങും ആരും ഇങ്ങനൊരു സംഭവം നടത്തിയതായിട്ടൊന്നും കാണുന്നില്ല. അപ്പം ദൈവത്തിന് ചില സമയങ്ങളിൽ എക്സെപ്ഷണലായിട്ടും ദൈവം പ്രവർത്തിക്കും. അത് സാഹചര്യവും ആവശ്യകതയൊക്കെ അറിഞ്ഞ. അത്രയും പറഞ്ഞ് നമുക്കിനിയും ലേഖനത്തിലേക്ക് ഇന്ന് രാത്രിയിൽ കയറണം. ഈ ലേഖനത്തിൻ്റെ 1 പത്രോസ് തീം എന്ന് പറയുന്നത് അതിൻ്റെ 5-ാം അധ്യായം 10-ാം വാക്യമാണ്. ഒന്ന് നോക്കാമോ? 5-ാം അധ്യായം 10-ാം വാക്യമാണ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത്. മൂന്ന് വാക്കുകള്: കഷ്ടം സഹിക്കുന്ന, സഫറിങ്. രണ്ടാമത്തെ വാക്ക് സർവകൃപാലുവായ ദൈവം, ഗോഡ് ഓഫ് ഓൾ ഗ്രേസസ്, ഗ്രേസ്. മൂന്നാമത്തത് നിത്യ തേജസ്സിനായി, ഗ്ലോറി. 1 പത്രോസിന്റെ തീം എന്ന് പറയുന്നത് സഫറിങ്സ്, ഗ്രേസ് ആൻഡ് ഗ്ലോറി. നമ്മൾ ഇനി ആ അധ്യായങ്ങൾ ഓരോന്ന് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ അത് മനസ്സിലാക്കുവാനായി കഴിയും. ഈ ലേഖനത്തിൽ പറയുന്ന സഫറിങ്സ് ഏതാണ്ട് 15 പ്രാവശ്യമാണ് സഫറിങ്സിനെ കുറിച്ചുള്ള പരാമർശം ഈ ലേഖനത്തിലുള്ള. പക്ഷെ ആ 15 പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങളെയും 3 നമുക്ക് തരം തിരിക്കാം. ഒന്ന്, ദ സഫറിങ്സ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ. ഒന്ന് വായിക്കുമോ? 1-ാം അധ്യായം 11-ാം വാക്യം. ഇനി അതിൻ്റെ 2:23 ഞാൻ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ റെഫറൻസുകൾ വായിക്കാതെയാ വിട്ടത്. പക്ഷെ എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. 3-ാം അധ്യായം 18-ാം വാക്യം അതല്ലേ വായിച്ചേ? അല്ല, സഫറിങ്സ് ഓഫ് ക്രൈസ്റ്റ്. രണ്ടാമത്തേത് സഫറിങ്സ് ഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് വേണ്ടി നാം അനുഭവിക്കുന്ന കഷ്ടം. ഒന്ന് വായിക്കുമോ? 4-ാം അധ്യായം 15-16 വാക്യങ്ങള്. So it is for Christ. ക്രിസ്ത്യാനിയായിട്ട്. ഇടയ്ക്ക് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. വിശുദ്ധ ബൈബിളിൽ 3 ഇടങ്ങളിലാ ക്രിസ്ത്യാനി എന്നുള്ള വാക്ക് നമുക്കറിയാം. ആദ്യത്തേത് അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തില് അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനി എന്ന് പേരുണ്ടായി. ശിഷ്യന്മാരെ നോക്കിയപ്പോൾ മറ്റുള്ളവരെ പറഞ്ഞു ക്രിസ്തുവിനെ പോലെ, അതുകൊണ്ട് വിളിച്ചു ക്രിസ്ത്യാനി. ആദ്യമായി ക്രിസ്ത്യാനി എന്നുള്ള വാക്ക് അങ്ങനെ വിളിക്കാനുള്ള കാരണം അവരുടെ സെപ്പറേറ്റ് ഐഡന്റിറ്റി കൊണ്ടായിരുന്നു. മറ്റുള്ളവരെ പോലെ അല്ല എന്ന് കണ്ടപ്പോൾ. അപ്പോൾ ആ വാക്കിൻ്റെ 1-ാമത്തെ ആശയം എന്ന് പറയുന്നത് the term Christianity shows Christian life is a separated life. വേർപെട്ട് ലോകക്കാരെ പോലെ നാടോടുമ്പോൾ നടുവേ ഓടണം, ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുത്തുണ്ടം തിന്നണം എന്നൊക്കെയുള്ള പഴഞ്ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ട്. ക്രിസ്തീയ ജീവിതം അങ്ങനത്തെ ജീവിതമല്ല. We have got our own identity. രണ്ടാമതായി അപ്പോസ്തല പ്രവൃത്തിയിൽ തന്നെയാണ് ക്രിസ്ത്യാനി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അഗ്രിപ്പ രാജാവിന്റെ മുമ്പിൽ നിന്ന് പൗലോസ് പ്രസംഗിക്കുമ്പോൾ അഗ്രിപ്പാവ് ചോദിക്കുന്നു,
നീ എന്നെ അല്പം കൊണ്ട് ക്രിസ്ത്യാനിയാക്കാൻ നോക്കുകയാണോ? അഗ്രിപ്പാവിന് ക്രിസ്ത്യാനിത്വത്തെ കുറിച്ചുള്ള വികലമായ കാഴ്ചപ്പാട്, ഇതൊരല്പം ഉണ്ടെങ്കിൽ ഇതിന് വലിയ വിലയൊന്നുമില്ല, ഇതൊരു നിസ്സാര കാര്യമാണ്, നീ അല്പം കൊണ്ട് എന്നെ ക്രിസ്ത്യാനിയാക്കുവാൻ നോക്കുന്നുവോ? രണ്ടാമത്തത് പരിഹാസച്ചുവയോടുകൂടെയാണ് വിളിച്ചത്. ക്രിസ്ത്യാനിറ്റി ഓർ ക്രിസ്ത്യൻ ഷോസ് ഇറ്റ് ഈസ് എ സ്നീറിംഗ് ലൈഫ്. പരിഹാസങ്ങളും നിന്ദകളും ഒറ്റപ്പെടുത്തലുകളും അടങ്ങിയ ഒരു പാക്കേജാണ് ക്രിസ്തീയ ജീവിതത്തിൽ ദൈവാത്മാവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ടാമത് പരിഹാസങ്ങളാണ്, സഫറിങ്സ്. മൂന്നാമത്തത് നമ്മൾ വായിച്ചു പത്രോസിന്റെ ലേഖനത്തിൽ, ദാറ്റ് ഷോസ് സഫറിങ്സ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യാനി എന്നുള്ള ആ പേര് തന്നെ, ആ ടേം തന്നെ മൂന്ന് സത്യങ്ങളെ നമ്മളെ അറിയിക്കുന്നത്. ഇറ്റ് ഈസ് എ സെപ്പറേറ്റഡ് ലൈഫ്, ഇറ്റ് ഈസ് എ സ്നീയറിങ്. സ്നീയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക. ഞാൻ കേട്ടതിലേക്കും വെച്ചും എനിക്ക് ഏറ്റവും കടുത്ത പരിഹാസമായിട്ട് എനിക്ക് കേട്ടൊരു വാക്ക് എങ്ങനെയാണ്, അത് ക്രിസ്ത്യാനി എന്നല്ല പറഞ്ഞത്, പെന്തക്കോസ്തുകാര് കഴുത്തിന് ബെൽറ്റ് ഇല്ലാത്ത പട്ടികളാ. ഞാൻ കേട്ടതിലേക്ക് ഏറ്റവും കഴമ്പ് കൂടിയ ഒരു പരിഹാസ വാക്കാട്ടെ. എനിക്ക് അതിൽ കൂടിയത് നിങ്ങൾ കേട്ടെങ്കിൽ എന്നോട് പറയണം. ഞാൻ കേട്ടതിൽ ഇവര് കഴുത്തിന് ബെൽറ്റ് ഇല്ലാത്ത നായ്ക്കളെന്ന് പറഞ്ഞാൽ അർത്ഥം വ്യക്തമാണ്, തെരുവ് നായ്ക്കളാ, ഉടമസ്ഥനില്ലാത്തവരാ. അത് പറഞ്ഞതൊരു കുഞ്ഞുട്ടിച്ചായന. എന്തായാലും കുഞ്ഞുട്ടിച്ചായൻ പറഞ്ഞത് നന്നായി. കുഞ്ഞുട്ടിച്ചായൻ്റെ മകള് റീന കഴുത്തിന് ബെൽറ്റ് ഇല്ലാത്തൊരു നായുടെ കൂട്ടത്തിൽ വന്നു. കുഞ്ഞുട്ടിച്ചായൻ്റെ വൈഫ് കുഞ്ഞുമോൾ കഴുത്തിന് ബെൽറ്റ് ഇല്ലാത്ത നായ്ക്കളുടെ കൂട്ടത്തിൽ വന്നു. കുറച്ച് കഴിഞ്ഞപ്പം മകൻ രാജേഷ് ബെൽറ്റ് ഇല്ലാത്തവരുടെ കൂട്ടത്തിൽ വന്നു. ഒടുവിൽ കുഞ്ഞുട്ടിച്ചായനും. ശരിക്കും പരിഹസിച്ചോണം, നാളെ നിന്നെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്ന് തമ്പുരാനിരുത്തും. നാം രണ്ടാമതായി കഷ്ടം സഹിക്കുന്നത്, ഇറ്റ് ഈസ് ഫോർ ക്രൈസ്റ്റ്. മൂന്നാമതായിട്ട് ഇറ്റ് ഈസ് ലൈക്ക് ക്രൈസ്റ്റ്. ഒന്ന് വായിക്കാമോ? 2-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങള്. ക്രിസ്തുവും ഒന്ന്, ദ സഫറിങ്സ് ഓഫ് ക്രൈസ്റ്റ്. 2, സഫറിങ്സ് ഫോർ ക്രൈസ്റ്റ്. 3, സഫറിങ്സ് ലൈക്ക് ക്രൈസ്റ്റ്. അപ്പോൾ ഈ 3 വാക്കുകളിൽ ഈ ലേഖനത്തിൽ പറയുന്ന 15 പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന സഫറിങ്സിനെ നമുക്ക് ഈ 3 ഗ്രൂപ്പുകളിൽ തിരിക്കും. രണ്ടാമത്തെ വാക്ക് ഗ്ലോറി എന്നുള്ള വാക്കാണ്, മഹത്വം. ഞാനതിന് ഇതിൻ്റെ അകത്തുനിന്നൊരു 7 റെഫറൻസ് തന്നെ ഞാനിവിടെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒന്ന്, അതിൻ്റെ 1-ാം അധ്യായം 7-ാം വാക്യം. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും, ഗ്ലോറി അറ്റ് ഹിസ് അപ്പിയറൻസ്. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അതിനെക്കുറിച്ച് പറയുമ്പോൾ തേജസ്സെന്നും മഹത്വമെന്നുമാണ് വാക്ക് ഉപയോഗിക്കുന്നത്. രണ്ടാമതായിട്ട് അതിന്റെ 1-ാം അധ്യായം 11-ാം വാക്യം, അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമകളെയും. സോ ഗ്ലോറി ആസ് എ റിവാർഡ്. ഇത് പ്രതിഫലമായിട്ട് മഹത്വത്തെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്നുണ്ട്. മൂന്നാമതായി നോക്കുമോ? 4-ാം അധ്യായം 13-ാമത്തെ വാക്യം. ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചാനന്ദിക്കണം. അങ്ങനെയാണെങ്കിൽ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിക്കുവാൻ ഇടവരും. റിജോയ്സിങ് ബിക്കോസ് ഓഫ്
that glory, ആ മഹത്വത്തെ പ്രാപിച്ച് സന്തോഷിക്കുന്ന അനുഭവം. 5-ാം അധ്യായം 1-ാം വാക്യം. ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് ഒരു സാക്ഷിയായതുകൊണ്ട് വെളിപ്പെടുവാനുള്ള തേജസ്സിന് ഞാനൊരു കൂട്ടാളിയും കൂടാണ്. തേജസ് എന്ന് പറയുന്നത് it is a partnership with Christ. യേശു ക്രിസ്തുവുമായിട്ടുള്ള പങ്കാളിത്തത്തിന്റെ ഭാഗമായി നമുക്കറിയാം, 2 പേര് ചേർന്ന് ഒരുപോലെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു ബിസിനസ് ആരംഭിച്ചാൽ അതിന്റെ പ്രോഫിറ്റ് പങ്കിടുന്നത് പോലെ യേശു ക്രിസ്തുവിനോട് കൂടെ കഷ്ടം സഹിച്ച് ആരംഭിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഈ മഹത്വം എന്ന് പറയുന്നതാണ്. സാധാരണ എത്ര വലിയ രോഗവുമായി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും ഡോക്ടറെ കാണുമ്പം അന്നേരം ഒന്ന് കുറയുന്ന പോലത്തെ ഒരു പ്രതീതിയില്ലേ? ഭയങ്കര വേദനയായിട്ട് കൈക്കൊക്കെ പിടിച്ചു സ്ട്രെച്ചറിലോ ഒക്കെ വീൽ ചെയറിലൊക്കെ ആയിരിക്കും കൊണ്ടുപോയത്. പക്ഷെ ഡോക്ടറെ കാണുമ്പം എല്ലാം കുറഞ്ഞ പോലൊരു ഫീലിംഗ്. ഒരു ഡോക്ടറെ കാണുമ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് നമ്മുടെ ജീവിതത്തിൽ സാധാരണ ഒരു കാര്യമാണെങ്കിൽ എത്ര കഷ്ടം സഹിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ കർത്താവിനെ മുഖാമുഖമായി കാണുന്ന ആ മാത്രയിൽ ദൈവമക്കളെ ഇതങ്ങ് മറന്നുപോവുകയാണ് ചെയ്യുന്നത്. അത്ര വലിയ മഹത്വം ഈ ലേഖനത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. 3-ാമതായിട്ട് ഈ ലേഖനത്തിന്റെ വിഷയമാണ് ഗ്രേസ്, കൃപ. ഒന്ന് വായിക്കാമോ? അതിന്റെ 1-ാം അധ്യായം 2-ാം വാക്യം. നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ആ കൃപ എന്നുള്ള വാക്കിൽ നിന്ന് ഒരല്പം ഒന്ന് ചിന്തിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യോഹന്നാൻ 1:17. അതിന് മുമ്പിലത്തെ വാക്യം കൂടെ ചേർത്ത് ഒന്ന് പറയാമോ? ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു. ശ്രദ്ധിക്കണേ, കൃപ വന്നെന്ന്, ന്യായപ്രമാണം ലഭിച്ചെന്ന്. The law was given, but the grace it came. കൃപ വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? കൃപയ്ക്ക് ഒരാളത്വം കൽപ്പിച്ചുകൊണ്ടാണ് അവിടെ സംസാരിക്കുന്നത്. ഗ്രേസ് ടേക്കിംഗ് എ പേഴ്സണാലിറ്റി. കൃപ ദൈവത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു വിട്ടാൽ പോരാ. അൾട്ടിമേറ്റ്ലി ഗ്രേസ് എന്ന് പറയുന്നത് അതിനൊരു വ്യക്തിത്വമുണ്ട്, ആളത്വമുണ്ട്. ഒന്നുകൂടെ പറഞ്ഞാൽ ദ എംബോഡിമെന്റ് ഓഫ് ഗോഡ്സ് ഗ്രേസ് ഈസ് അവർ ലോർഡ് ഹിംസെൽഫ്. നമ്മുടെ കർത്താവ് താൻ തന്നെയാണ് ദൈവകൃപയുടെ ആളത്വപരമായ പ്രദർശനം. ന്യായപ്രമാണം മോശ മുഖാന്തരം. ശ്രദ്ധിക്കണേ, കൃപയും സത്യവും. അവിടെ ഒരു വാക്ക് പറയാതെ മുമ്പോട്ട് പോയാൽ ശരിയാകത്തില്ല. ഈ നാളുകളിൽ കൃപയ്ക്ക് കൂടുതൽ എംഫസിസ് കൊടുത്തുകൊണ്ട് ഒത്തിരി സഭകളൊക്കെ ഉണ്ട്. കൃപ വന്ന് 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 ദൈവം കരുണയുള്ളവനും കൃപയുള്ളവനും ആയതുകൊണ്ട് എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, എന്തോ ചെയ്താലും കുഴപ്പമില്ല, കർത്തൃമേശ എടുത്തോ, ദൈവത്തിന് കൃപയുണ്ട്, കൃപയുണ്ട്, കൃപയുണ്ട്. ഈ തരക്കാരെയൊക്കെ കണ്ടുകൊണ്ട് റോമാലേഖനം 6:1 പൗലോസ് ചോദിക്കുന്നത്, അതുകൊണ്ട് കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. ശ്രദ്ധിക്കണേ, കൃപയും സത്യവും. 2 വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം.
നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ. ആ ബെഥസ്ദാ കുളത്തിന്റെ കരയിൽ 38 വർഷം കിടന്ന രോഗിയായ മനുഷ്യൻ, അവന്റെ അടുക്കൽ കർത്താവ് ചെന്നു. ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി ഏറിയ വർഷമായെന്ന്. സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? ഞാൻ പറയുകയാണ്, ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് മുമ്പേ മിടുക്കന്മാരിറങ്ങും, അവൻ സൗഖ്യം പ്രാപിച്ചു പോകും. ആ കുളത്തിനൊരു പ്രത്യേകതയുണ്ട്, സ്മാർട്ടാണെങ്കിൽ പ്രയോജനമുണ്ട്. സ്മാർട്ടല്ലാത്ത, ഞാനൊരു വാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, സ്റ്റുപ്പിഡായിരിക്കുന്ന പരമമണ്ടന്മാരായിരിക്കുന്നവരിവിടെ കിടന്ന് 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 തീരുകയുള്ളൂ. മിടുക്കനാണെങ്കിൽ, ഈ ലോകത്തിൽ മിടുക്കന്മാർക്കും സ്മാർട്ടായിരിക്കുന്നവർക്കൊക്കെ ഒത്തിരി ചാൻസ് ഉണ്ട്. സ്റ്റുപ്പിഡാണെങ്കിൽ എന്തോ ചെയ്യും? അവൻ്റെ അടുക്കലേക്ക് കർത്താവ് വന്നു. സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, എന്നെ ഇറക്കാൻ ആരും ഇല്ല. കർത്താവിനോട് പറഞ്ഞ് കിടക്കയെടുത്ത് അങ്ങ് നടന്നു. 38 വർഷം കിടന്ന കിടക്കയും, ഇതുവരെ കിടക്കയുടെ പുറത്ത് ഇവനായിരുന്നെങ്കിൽ ഇപ്പൊ ഇവന്റെ പുറത്ത് കിടക്കയായി. അത്രയൊരു മാറ്റം. എന്നിട്ട് അവനെ കണ്ടത് ദൈവാലയത്തിലാണ്. അപ്പൊ ഇവനെ സൗഖ്യമാക്കിയത് കൃപയാലാണ്. ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേസ് ദാറ്റ് പേഴ്സൺ വാസ് ഹീൽഡ്. ഇനി അടുത്ത സത്യം കേട്ടോ, നോക്കൂ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യില്ല. അതാ സത്യം എന്ന് പറയുന്നത്. ഇന്ന് പലർക്കും കൃപ മതി, സത്യം വേണ്ട. സൗഖ്യം മതി, ഉപദേശം വേണ്ട. നന്മ ലഭിച്ചാൽ മതി, പ്രമാണം വേണ്ട. രണ്ടാമതായി യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. ആരും നിന്നെ ശിക്ഷ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. അതെ, കർത്താവ് പറഞ്ഞു, ഞാനും നിന്നെ. അവിടെ ആ സ്ത്രീയോട് വെളിപ്പെടുത്തിയത് കൃപയല്ലെങ്കിൽ പിന്നെ എന്താ? പക്ഷേ അടുത്തത് പോക ഇനി, അതാ സത്യം. ഇനിയും എങ്ങനെയും ജീവിച്ചോ എന്ന് പറയുന്ന കൃപയല്ല. ദൈവം നമ്മെ സൗഖ്യമാക്കുന്നത്, ദൈവം നമ്മുടെ പാപം ക്ഷമിക്കുന്നത്, ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാം കൃപ കൊണ്ടാണ്. പക്ഷെ ഈ ദൈവത്തിന് കൃപ മാത്രമല്ല, സത്യം കൂടെ ഉണ്ടെന്നത് മറന്നു പോകരുത്. ഈ സത്യം കൂടെ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ടാ ഒത്തിരി പേര് നമ്മുടെ ഇടയിൽ ഇല്ലാത്തത്. ഇവിടെ വന്ന സത്യം കേൾക്കേണ്ടി വരും. മറ്റേതാണെങ്കിൽ നീ സുഖമായല്ലോ, പൊയ്ക്കോ, അത്രേ ഉള്ളൂ. നിനക്ക് സൗഖ്യമായല്ലോ, പൊയ്ക്കോ. പക്ഷേ ശരിക്കുള്ള ഉപദേശം, സൗഖ്യമായി കഴിഞ്ഞാൽ ഇതും കൂടെ പറയും, നോക്കൂ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉള്ളതുപോലെ അല്ല, ഇനിയും മുതല് പാപം വിട്ടൊഴിഞ്ഞൊരു ജീവിതം, ദൈവത്തിന് വിധേയപ്പെടുന്ന ഒരു ജീവിതം, ദൈവ പ്രമാണത്തിന് അനുസരിച്ചു പോകുന്ന ഒരു ജീവിതം, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടമാകട്ടെ എന്ന് പറയുന്ന ഒരു ജീവിതം, ആ ജീവിതമാണ് സത്യമുള്ള ജീവിതം. ഇന്ന് രാത്രിയിൽ കൃപയും സത്യവും നിറഞ്ഞ എന്റെ കർത്താവിനെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അത്ഭുതങ്ങൾ കിട്ടാൻ വേണ്ടി ആൾക്കാർ പോകുമ്പം കൃപയുണ്ടാകണമെന്നാ പറയുന്നേ. പക്ഷേ അവർക്ക് കൃപ മാത്രം മതി, സത്യത്തെ അവർ മനസ്സോടെ തള്ളിക്കളയുന്നു. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ എനിക്ക് വേറെ ഒരു സന്തോഷമില്ലെന്ന് മൂപ്പനായി യോഹന്നാൻ പറയും. നമുക്ക് ഓർക്കുവാനായി കഴിയും. കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു. എനിക്കൊരു ചോദ്യം, ന്യായപ്രമാണം തന്നിട്ട് പിന്നെ എന്തിനാ യേശുക്രിസ്തുവിൽ കൂടെ കൃപയുടെയും സത്യത്തിൻ്റെയും എംബോഡിമെന്റ് ആയ യേശുക്രിസ്തുവിൻ്റെ മാർഗം നമുക്ക് തന്നത്? എന്തായിരുന്നു അതിൻ്റെ പോരായ്മ?
അതിനെ കൊണ്ട് എന്ത് കഴിഞ്ഞില്ല, എന്തുകൊണ്ട് നമുക്ക് ഈ പുതിയ പ്രമാണം തന്നു? ഇന്ന് രാത്രി എനിക്കതിന് ഒരു 6 കൂട്ടം ന്യായങ്ങളാണ് നിങ്ങളുടെ മുൻപിൽ ഓർപ്പിക്കുവാനുള്ളത്. ന്യായപ്രമാണം, ആക്ച്വലി വാട്ട് ഈസ് ഇറ്റ്? ന്യായപ്രമാണം ഗലാത്യ ലേഖനം 5:1 വാക്യം. ഗലാത്യർ 5:1. ഓക്കെ. ന്യായപ്രമാണം, ലോ ആസ് എ യോക്ക്, ഇതൊരു നുകമാണ്. നുകത്തിനുള്ള പ്രത്യേകത എന്നാണെന്നറിയാമോ? എ യോക്ക് ക്യാൻ കൺട്രോൾ യു ബട്ട് ഇറ്റ് കാൻ ചേഞ്ച് യു. നുകം നമ്മുടെ ചുമലിൽ ഉണ്ടെങ്കിൽ നമ്മളെ കൺട്രോൾ ചെയ്യാൻ കഴിയും. പക്ഷേ നമ്മളെ വ്യത്യാസപ്പെടുത്താൻ കഴിയത്തില്ല. ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. പാപത്തെക്കുറിച്ചുള്ള ഓർമ്മ തരുന്നുവെന്നല്ലാതെ ന്യായപ്രമാണം ഒരു നുകമായിരുന്നു. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ എല്ലാവരുമേ എൻ്റെ അടുക്കലേക്ക് നിങ്ങൾ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. എന്റെ നുകം മൃദുവും എന്റെ ചുമട് ലഘുവുമാകുന്നു. ന്യായപ്രമാണം ഒരു നുകമായിരുന്നു. അതിന് കൺട്രോൾ ചെയ്യാൻ കഴിയും, പക്ഷെ ചേഞ്ച് ആക്കുവാൻ സാധിക്കില്ല. ഒരിക്കലും വീട്ടിലൊരു മിടുക്കൻ കുട്ടി, നമ്മുടെ ഈ സഭയിലുള്ള കുഞ്ഞുങ്ങളെ പോലെ മിടുക്കനൊരു കുട്ടി, അവൻ രാവിലെ അവന്റെ തോട്ടത്തിൽ നിന്ന് ഒരു റോസാപ്പൂവിന്റെ മൊട്ട് പറിച്ചെടുത്ത് കൊണ്ടുവന്നു. എന്നിട്ട് അവൻ വളരെ സൂക്ഷ്മതയോടെ ഒരു ചെറിയ സൂചി എടുത്ത് ഇതിന്റെ ഇതളുകൾ വിടർത്താൻ ശ്രമിക്കുക. വളരെ സാവധാനതയോടെ വിടർത്താൻ നോക്കിയപ്പോൾ ഒന്നാമത്തെ പെറ്റൽ ഇതൾ മുറിഞ്ഞു വീണു. രണ്ടാമത്തേത് നോക്കി, രണ്ടാമത്തേത് മുറിഞ്ഞു വീണു. അവൻ തൊട്ടതെല്ലാം മുറിഞ്ഞു വീണു. ഒരൊറ്റ കരച്ചിൽ. അവന്റെ കരച്ചിൽ കേട്ട് അവന്റെ അമ്മ ഓടി വന്നപ്പോൾ അവൻ പറയുന്ന അവന്റെ സങ്കടം ഇതാണ്: When I tried to open this bud, mommy, everything is in a mess. But wherever God opens a bud, it is beautiful. Why it is, mommy? എപ്പോഴൊക്കെ ഞാനൊരു മൊട്ടിനെ വിടർത്തുവാൻ ശ്രമിക്കുന്നുവോ അപ്പോഴെല്ലാം ഇത് കൊളാം. പക്ഷെ ദൈവം വിടർത്തുമ്പോൾ എന്താ മമ്മി മനോഹരമായിരിക്കുന്നത്? അമ്മയുടെ മറുപടി: മോനെ, God starts from the inside. ദൈവം അകത്തു നിന്നാണ് ആരംഭിക്കുന്നത്. നീ പുറത്തുകൂടിയല്ലേ പ്രവർത്തനം ആരംഭിച്ചത്? അകത്തു നിന്നാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ന്യായപ്രമാണത്തിനൊരുവനെ ചേഞ്ച് ആക്കുവാൻ കഴിയുകയില്ല. ന്യായപ്രമാണത്തിനൊരുവനെ വ്യത്യസ്തനാക്കുവാൻ കഴിയുകയില്ല. ന്യായപ്രമാണം കൺട്രോൾ ചെയ്യും. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ലെന്ന് പറഞ്ഞാൽ കണ്ണും പല്ലും ആഗ്രഹിക്കുന്ന ഒരാള് ഒന്ന് ഒതുങ്ങി നിൽക്കത്തില്ലേ? അത്രേ ഉള്ളൂ. ഇറ്റ് ക്യാൻ കൺട്രോൾ യു, ബട്ട് ഇറ്റ് കാൻ ചേഞ്ച് യു. പക്ഷെ കൃപയുടെ പ്രമാണത്തിന്റെ പ്രത്യേകത നമ്മെ അടിമുടി ചേഞ്ച് ആക്കി. ഞാൻ എൻ്റെ സൺഡേ സ്കൂളിൽ പഠിച്ച ഒരു പാട്ട് ഓർക്കുന്നുണ്ട്, കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും. Great change since I was of God. Great change since I was of God. Great change since I was of God. There's a great change since I was of God. ഞാൻ ദൈവത്തിൻ്റെ വകയായപ്പോൾ എന്നിൽ വലിയ മാറ്റം. ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ കൃപയ്ക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ന്യായപ്രമാണം ഒരു നുകമാണെങ്കിൽ യു ക്യാൻ സ്റ്റാൻഡ് സ്ട്രൈറ്റ്, നേരെ നിൽക്കാൻ ഒക്കത്തില്ല. ഈ നുകം കഴുത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം നേരെ നിൽക്കാൻ ഒക്കത്തില്ല. കുനിഞ്ഞു വളഞ്ഞു നിന്നോണം. അത്രേ ന്യായപ്രമാണത്തിന് കഴിയൂ. പക്ഷെ യേശു ക്രിസ്തുവിന്റെ പ്രമാണം എന്താണെന്നറിയാമോ? വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ള നിനക്ക് തരുന്നു, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നടക്കെന്ന് പറഞ്ഞപ്പോൾ അവൻ കുതിച്ച് ചാടി തുള്ളി ദേവാലയത്തിൽ ചെന്നിട്ട് ദൈവത്തെ
ഉച്ചത്തിൽ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. എന്നെ നിങ്ങളെ ജീവിതത്തിൽ നേരെ നിർത്തിയത് കൃപയുടെ പ്രമാണമാണ്, കർത്താവിന്റെ സ്നേഹമാണ്. ന്യായ പ്രമാണത്തിന് നമ്മെ നേരെ നിർത്താൻ കഴിയത്തില്ലായിരുന്നു. As long as the yoke is upon your back, you can't stand straight. ആ നുകത്തിന്റെ അമിക്കയറുകളെ പൊട്ടിച്ചു മാറ്റി. നമ്മളിങ്ങനെ പഠിച്ചു വരുമ്പോൾ ചില കാര്യങ്ങൾ കൂടെ ന്യായ പ്രമാണത്തെക്കുറിച്ച് പറയാനുണ്ട്. ഞാനതുകൊണ്ട് ആ ഭാഗം ഇപ്പോൾ അങ്ങനെ അങ്ങ് നിർത്തുകയാണ്. മൂന്നാമതായി, ആസ് എ യോക്ക് ഇറ്റ് ഈസ് നോട്ട് ഫോർ യു, ഇറ്റ് ഈസ് എഗൻസ്റ്റ് യു. നമുക്കെതിരാ. വളഞ്ഞു നിക്കവിടെ. ഇറ്റ് ഈസ് എഗൻസ്റ്റ് യു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു. എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു ന്യായം, സിമ്പിൾ ലോജിക്കാണ്. അതിങ്ങനെയാണ്: ഒന്നാമത്തേതിന് കുറവില്ലായിരുന്നെങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കുകയില്ലായിരുന്നു. ഉദാഹരണം പറയാം. എൻ്റെ വീട് പാമ്പാടി കുറ്റിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. 42 സെന്റ് സ്ഥലവും. നിങ്ങൾ ആരുടേതിനേക്കാളും ഗംഭീരനൊരു വീട്. എനിക്ക് എൻ്റെ വീടിനെ കുറിച്ച് അങ്ങനെയേ പറയാനൊക്കെ ഉള്ളൂ. അങ്ങനെ ഒരു വീടൊക്കെയാണ്. ഞങ്ങൾ ഒരു കിണർ കുഴിച്ചു. ആൾക്കാർ ചോദിച്ചു, ഇപ്പം എന്താ എടുക്കുന്നേ? അവർ കിണർ കുഴിക്കുക. ഓക്കെ. കുറച്ച് കഴിഞ്ഞപ്പം വേറൊരു ഭാഗത്ത് ഞാൻ കിണർ കുഴിക്കുക. അപ്പോൾ അയൽവാസികൾക്ക് മനസ്സിലായി. എന്തോ മനസ്സിലായി? ആദ്യം കുഴിച്ചെടുത്ത് വെള്ളമില്ല. ആദ്യം കുഴിച്ചെടുത്ത് വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ രണ്ടാമത്തേതിനിടം അന്വേഷിക്കുകയില്ലായിരുന്നു. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നെങ്കിൽ രണ്ടാമത്തേതിന് ഇടം തേടുകയില്ലായിരുന്നു. ന്യായപ്രമാണം ഇറ്റ് ഈസ് എ യോക്ക്. രണ്ടാമതായിട്ട് ന്യായപ്രമാണത്തെ കുറിച്ച് പറയുന്നത് ഗലാത്യ ലേഖനം 3-ാം അധ്യായം 24-ാം വാക്യം എന്ന് വായിക്കാമോ? ഗലാത്യർ 3-ന്റെ ന്യായപ്രമാണം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ. അല്പ ഉപദേശപരമായ കാര്യം പറയുന്ന, ഒരു പക്ഷെ നിങ്ങൾക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആ തോന്നുന്നു, എനിക്കറിയത്തില്ല. എന്തായാലും ഞാനങ്ങ് പറയാം. ക്രിസ്തുവിലേക്ക് നടത്തുവാൻ ന്യായപ്രമാണം ഒരു ഗാർഡിയനായിട്ട്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ കൽക്കട്ടയിൽ നിൽക്കുമ്പോൾ ഒരു കുട്ടി വന്നിട്ട്, സ്കൂളിൽ പോകുന്ന കുട്ടിയാ, അങ്കിൾ ക്യാൻ യു ടേക്ക് മീ ടു ദാറ്റ് അതർ സൈഡ് ഓഫ് ദിസ് റോഡ്? ഞാൻ പറഞ്ഞു, മോനെ ഓക്കെ. ഞാൻ അവൻ്റെ കയ്യെ പിടിച്ചു. അവൻ്റെ കയ്യിൽ ഞാൻ പിടിച്ചപ്പം അവന് ഭയങ്കര ധൈര്യം. പക്ഷെ എൻ്റെ വിറയൽ അവൻ അറിയത്തില്ല. എനിക്കും റോഡ് ക്രോസ് ചെയ്യാൻ പേടിയുള്ള ആളാ. പക്ഷെ എന്നെ അവൻ കണ്ടത് പറ്റിയ ഒരാള്. എൻ്റെ അവസ്ഥ എനിക്കല്ലേ അറിയൂ. ന്യായപ്രമാണം മാക്സിമം ചെയ്യുന്ന എന്നാന്നറിയാമോ? കൈക്ക് പിടിച്ചോണ്ട് യേശു ക്രിസ്തുവിൻ്റെ അടുക്കലോളം പിടിച്ചു 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 പിടിച്ചു. കുഞ്ഞേ, നല്ല ഒരാളിനെ എനിക്കറിയാം, ആ വ്യക്തിയെ ഞാനൊന്ന് പരിചയപ്പെടുത്താമെന്നും പറഞ്ഞ് ന്യായപ്രമാണം യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ട് എത്തിക്കുന്ന ഒരു ഗാർഡിയൻ. ആരെയാ? ശിശുപാലകൻ. ന്യായപ്രമാണം എന്നും നമ്മളെ ഒരു ശിശുവായിട്ടേ പരിഗണിക്കൂ. അതെത്ര പേർക്ക് ഇഷ്ടമുണ്ട്? നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കുപ്പിക്കകത്ത് നിപ്പിള് വിട്ട് ചായ തന്നാൽ നമുക്ക് എന്നാ തോന്നും? നമ്മൾ പറയും, അയ്യേ അതിന്റെ കാലമൊക്കെ കഴിഞ്ഞില്ലേ. ന്യായപ്രമാണം എപ്പോഴും വ്യക്തികളെ ഒരു ശിശുവിന്റെ ഗ്രേഡിലേ പരിഗണിക്കാറുള്ളൂ. എന്നാൽ യേശു ക്രിസ്തുവിലാകുമ്പോൾ അവൻ നമുക്ക് പുത്രത്വം നൽകി. ആ വാക്ക് മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മക്കളെന്ന് 1-2 വാക്യം വായിക്കാമോ? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം. യോഹന്നാൻ 1:12. വേറൊരാള് 1 തിമോത്തിയോസ് 6:11. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം
തന്നു. ഓക്കെ, 1 തിമോത്തിയോസ് 6:11 മതി. ദൈവത്തിന്റെ മനുഷ്യൻ. യോഹന്നാൻ 1:12 ചിൽഡ്രൻ ഓഫ് ഗോഡ്. 1 തിമോത്തിയോസ് 6:11 മാൻ ഓഫ് ഗോഡ്. ഇത് വളർച്ചയാണോ അല്ലയോ? ഇത് പുരോഗതിയാണോ അല്ലയോ? ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഭാഗത്തുണ്ട്. ഒന്ന് വായിക്കാമോ? 3:24. ന്യായപ്രമാണം ശിശുപാലകനായി ഭവിച്ചു. 4-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം, 5-6 വാക്യം. ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ഒന്ന് ശ്രദ്ധിക്കണേ ആ വാക്യം. ന്യായപ്രമാണത്തിന് കീഴുള്ളവരെന്ന് പറഞ്ഞാൽ ശിശുക്കൾ എന്ന് പരിഗണിക്കപ്പെട്ടവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നമുക്ക് തരുന്ന പദവി എന്താണെന്നറിയാമോ? പുത്രത്വം. വേദപുസ്തകത്തിൽ പുത്രത്വം മീൻസ് അഡൽട്ട്ഹുഡ്, പ്രായപൂർത്തിയായ ഒരാളെന്നുള്ള പരിഗണനയാണ്. 4-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ഗലാത്യർ 4:1 അവകാശി സർവത്തിനും യജമാനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ അവകാശി സകലത്തിന്റെയും യജമാനനാണെങ്കിൽ, പക്ഷെ ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ വിശേഷതയുള്ളവനല്ല. ന്യായപ്രമാണം നമുക്കൊരു അഡൽട്ട്ഹുഡ്, പ്രായപൂർത്തിയായ മച്ചുറായിരിക്കുന്ന പരിഗണന ന്യായപ്രമാണം തരികയില്ല. ന്യായപ്രമാണമാണെങ്കിൽ താരാട്ട് പാട്ടി ഉറക്കാമെന്ന് പറയും. ഉണ്ടല്ലോ, നമ്മളെ ആരെങ്കിലും ഉറക്കണമെങ്കിൽ താരാട്ട് പാടണോ? ആളെയുന്ത് കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ. ശിശുവിനത് വേണം. എങ്ങോട്ടേലും കൊണ്ടുപോകണമെങ്കിൽ കയ്യെ പിടിച്ചു, മോൻ ഇങ്ങോട്ട് വന്നേ, പിടിച്ചേ, വന്നേ, പിടിച്ചു കൊണ്ടുപോകണം. ന്യായപ്രമാണം എന്നും ശിശുവിന്റെ പരിഗണന തരും. അതുകൊണ്ട് എന്താ കുഴപ്പമെന്നറിയാമോ? ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. എന്നാൽ യേശുക്രിസ്തുവിൽ ഞാനും നിങ്ങളുമായപ്പോൾ അവൻ നമ്മളെ അഡൽട്ട്ഹുഡ് നൽകി. അഡോപ്ഷൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അഡൽട്ട്ഹുഡ് നൽകി. ഞാനൊരു സമയം വരെ വിചാരിച്ചിരുന്നത് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് കുഞ്ഞുങ്ങളെ എങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ആ അർത്ഥമല്ല വേദപുസ്തകത്തിന്റെ ഭാഷയിൽ. രക്ഷിക്കപ്പെടുന്ന അന്ന് മുതൽ ദൈവത്തിന്റെ സകല സമ്പത്തിന്റെയും അവകാശം നമുക്കുണ്ട്. യു ക്യാൻ എൻജോയ് ഹിസ് റിച്ചസ്. അവന്റെ ധനത്തെ, അവന്റെ മഹത്വത്തെ, അവന്റെ സകലത്തെയും എനിക്കും നിങ്ങൾക്കും യഥേഷ്ടം അനുഭവിക്കുവാനുള്ള അവകാശത്തോടു കൂടെയാണ് എന്നെയും നിങ്ങളെയും കർത്താവ് വിലയ്ക്ക് വാങ്ങിച്ചത്. ന്യായപ്രമാണം ഇറ്റ് വാസ് ജസ്റ്റ് എ ഗാർഡിയൻ. എവിടം വരെ കൊണ്ടുപോകും? യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വരെ കൊണ്ടുവച്ചെന്നിട്ട് ന്യായപ്രമാണം പറയും, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു, എന്നെ കൊണ്ട് ഇത്രയൊക്കൂ. ഇനിയും നിന്നെ നന്നായി നടത്താൻ കഴിവുള്ള ഒരുവൻ. നമുക്കറിയാം, യേശു കർത്താവ് ജനിച്ചപ്പോൾ നക്ഷത്രം എവിടം വരെ വന്നെന്നറിയാമോ? ശിശുവിരിക്കുന്ന അതിൻ്റെ നേരെ മുകളിൽ വന്നിട്ട് നക്ഷത്രം അവിടെ നിന്നു. അല്പം പോലും മുമ്പോട്ട് പോയിട്ടില്ല. ഇനിയും ഇവനുമായിട്ടുള്ള ബന്ധത്തിൽ വേണം ജീവിതയാത്ര നടത്തുവാൻ. മോശ മുഖാന്തരം ലഭിച്ച ന്യായപ്രമാണം ഒരു ശിശുപാലകനായി നിന്നപ്പോൾ ഞാനും നിങ്ങളും ഇന്ന് രാത്രി എത്ര ഭാഗ്യവാന്മാരാണ്. കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നതുകൊണ്ട് ഞാനും നിങ്ങളും ആരാന്നറിയാമോ? ദൈവഭവനത്തിൽ യേശുക്രിസ്തു എൻ്റെ മൂത്ത സഹോദരനും ഞാൻ അവൻ്റെ സഹോദരനും സഹോദരിയുമായി നമ്മളെ പരിഗണിച്ച ദൈവകൃപയ്ക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പൊ ന്യായപ്രമാണം ഒരു നുകമായിരുന്നു. നുകമായതുകൊണ്ട് കൺട്രോൾ ചെയ്യും, ചേഞ്ച് ചെയ്യാൻ ഒക്കത്തില്ല. കുനിച്ചു നിർത്തും,
നേരെ നിൽക്കാനൊക്കത്തില്ല. രണ്ടാമതായി, ന്യായപ്രമാണം ഒരു ശിശുപാലകനാണ്. ഒരു ശിശുവിന്റെ പരിഗണനയല്ലാതെ അപ്പുറത്തേക്ക് ഒന്നും തരാൻ അതിന് കഴിയത്തില്ല. മൂന്നാമതായി, ന്യായപ്രമാണത്തിന്റെ ബലഹീനത എന്തെന്നറിയാമോ? ഒന്ന് വായിക്കാമോ? ഗലാത്യ ലേഖനം 4-ാം അധ്യായം 21 മുതൽ 31 വരെയുള്ള വാക്യങ്ങള് ഒന്ന് വായിക്കുമോ? 4:21 മുതൽ. ഓക്കെ, ന്യായപ്രമാണം എനിക്കും നിങ്ങൾക്കും തരുന്ന അടുത്ത അംഗീകാരം എന്ന് പറയുന്നത് ഒരടിമപ്പെണ്ണിന്റെ, ഒരടിമച്ചെറുക്കന്റെ അംഗീകാരമുള്ളൂ. അതിന് പൗലോസ് അപ്പോസ്തലൻ അബ്രഹാമിന്റെ ഭവനത്തിലെ ഹാഗറിനെ എടുത്തു കാണിച്ചിട്ട് പറയുകയാണ്, ഈ ഹാഗർ സീനായി മലയ്ക്ക് പ്രതീകമായി നിൽക്കുന്നു. സീനായി മല പ്രസവിക്കുന്നവരെല്ലാം അടിമകളാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ന്യായപ്രമാണമെന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന്റെ പ്രമാണമല്ല, അടിമത്വത്തിൽ നമ്മളെ നിർത്തുന്ന ഒരു പ്രമാണമാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. ഗലാത്യർ 5:1, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31 എന്ന് ഞാൻ വിചാരിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. ഇനി കൂച്ചുവിലങ്ങിടേണ്ട കാര്യമില്ല. ബീഡി വലിക്കാതിരിക്കാൻ 2 കൈയും പുറകോട്ട് കെട്ടിവിട്ട് നടക്കേണ്ട കാര്യമില്ല. മദ്യം കണ്ടാൽ, കള്ളുഷാപ്പ് കണ്ടാൽ എൻ്റെ കയ്യെ പിടിച്ചോണയല്ല ഞാൻ കയറിപ്പോകും എന്ന് പറയേണ്ട ഗതികേട് വരത്തില്ല. കൃപയുടെ പ്രമാണം എന്ന് പറയുന്നത് കൃപയും സത്യവും യേശുക്രിസ്തു മൂലം നമുക്ക് ലഭിച്ചത് കൊണ്ട് നമ്മുടെ മുമ്പിൽ എന്ത് പ്രലോഭനങ്ങൾ വന്നാലും അതിൻ്റെ നടുവിൽ കൂടെ ഞാനൊരു ദൈവ പൈതലാണെന്നുള്ള ബോധ്യത്തോടുകൂടെ മുൻപോട്ട് പോകുവാൻ സഹായിക്കുന്ന ഒരു പ്രമാണമാണ് യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ന്യായപ്രമാണം അടിമകളെ പ്രസവിക്കുമ്പോൾ കൃപയുടെ പ്രമാണം എന്നെയും നിങ്ങളെയും സ്വതന്ത്രരാക്കി നിർത്തിയിരിക്കുന്നു. 5 ഒന്ന് വായിക്കുമോ? കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 16-17 വാക്യങ്ങൾ. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം കൂടെ. ഇത് നിഴല, ന്യായപ്രമാണം നിഴല. ഇറ്റ് ഈസ് നോട്ട് ദ സബ്സ്റ്റൻസ്, ഇറ്റ് ഈസ് ജസ്റ്റ് എ ഷാഡോ. ഇത് നിഴല. നിഴലിനുള്ള പ്രശ്നം ഒരു മങ്ങിയ വെളിച്ചം ഏതാണ്ടൊക്കെ ഉണ്ടെന്നല്ലാതെ, നമ്മൾ പത്രോസിന്റെ ലേഖനം വായിക്കുമ്പോൾ അറിയാം, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ. നോക്കുക, ന്യായപ്രമാണം ഒരു നിഴല, പലതിനെയും ചൂണ്ടിക്കാണിക്കുന്ന, പലതിനെയും എന്നെയും നിങ്ങളെയും പരിചയപ്പെടുത്തുന്ന ഒരു നിഴലും പ്രതീകവുമായി മാത്രം നിന്നപ്പോൾ കൃപയും സത്യവും യേശുക്രിസ്തു മൂലം നമുക്ക് ലഭിച്ചു. ഇനി നമ്മൾ നിഴല് തപ്പുകയല്ല. ആമേൻ. കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, വെളിച്ചമുള്ളിടത്തോളം നിങ്ങൾ വെളിച്ചത്തിൽ പാർത്തുകൊള്ളുക. ഇനിയും നിഴലിന്റെ അകത്ത് പോകണ്ട, വെളിച്ചത്തിൽ ഞാനും നിങ്ങളും പാർത്താൽ മതി. 6-ാമത്തെ സാദൃശ്യം എന്ന് പറയുന്നത് ന്യായപ്രമാണം ഇറ്റ് ഈസ് എ മിറർ. ഒന്ന് വായിക്കുമോ? യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 22-23 വാക്യങ്ങള്. അടുത്തത് 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 ന്യായപ്രമാണം ഒരു മിറർ.
ഒരു കണ്ണാടിയാണ്. കണ്ണാടി എന്ത് ചെയ്യും? ഇറ്റ് ക്യാൻ റിവീൽ ബട്ട് ഇറ്റ് കനോട്ട് റിമൂവ്. എന്തോ ഒക്കെ പ്രശ്നം ഉണ്ടെന്നുള്ളത് കാണിച്ചു തരും. തലമുടി വകഞ്ഞതൊത്തില്ല, ചീവിയതൊത്തില്ല, കയറിപ്പോയിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ ചിലതുണ്ട്, ഇതൊക്കെ റിവീൽ ചെയ്ത് തരും. പക്ഷേ ഇറ്റ് കനോട്ട് റിമൂവ്. നമ്മൾ ഈ ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോഴേ പനി എന്ത് ചെയ്യും? ഒരു തെർമോമീറ്റർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവരങ്ങ് വയ്ക്കും. എന്തിനാണെന്നറിയാമോ? പനി എത്ര ഉണ്ടെന്ന് അറിയാൻ. തെർമോമീറ്റർ ഒരു മരുന്നല്ല. പനിയുടെ മരുന്ന് തെർമോമീറ്റർ അല്ല. പനിയുടെ മരുന്ന് ചിലപ്പം പാരസെറ്റാമോളോ പിന്നെ ഏതാണ്ടൊക്കെ. തെർമോമീറ്റർ പിടിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് പനി പോകുന്ന ആരും വിചാരിക്കരുത്. ന്യായപ്രമാണം ഒരു തെർമോമീറ്ററാണ്. നിനക്ക് പനി എത്ര ഉണ്ടെന്നുള്ളത് നമ്മുടെ ഡിവോഷൻ, നമ്മുടെ സ്പിരിച്വാലിറ്റി അതെവിടം വരെ എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കാനല്ലാതെ രോഗം മാറ്റുവാൻ തെർമോമീറ്ററിന് കഴിയാറില്ല. ന്യായപ്രമാണം വെളിപ്പെടുത്തും, പക്ഷെ ഇറ്റ് can't remove. ന്യായപ്രമാണം it can show but it cannot save. അടുത്ത ഒന്നുകൂടെ ന്യായപ്രമാണം. റോമാലേഖനം 7-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ഭയങ്കര കർക്കശക്കാരനായ ഒരു ഭർത്താവിനോടാണ് അവിടെ ന്യായപ്രമാണത്തെ സാദൃശ്യമാക്കി സംസാരിച്ചിരിക്കും. ഒന്ന് വായിക്കുമോ? ഓക്കെ. ഓക്കെ, നിങ്ങൾ ഇനി ആ അധ്യായം സാവകാശം പോലെ വായിക്കുക. റോമാലേഖനം 7-ാം അധ്യായത്തിൽ ന്യായപ്രമാണത്തെ ഒരു ഭർത്താവിനോടാ സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ന്യായപ്രമാണം എന്ന് പറയുന്ന ഭർത്താവ്, ഇറ്റ് ഈസ് വെരി ടഫ് ടു പ്ലീസ് ഹിം. അവനെ തൃപ്തിപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ്. You do this and that. ചെയ്യുക എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് കുഴപ്പിക്കുകയല്ലാതെ മതി എന്നൊരു വാക്ക് ഈ ഭർത്താവ് പറയത്തില്ല. ഉദാഹരണം, നല്ല ഉഴുന്നുവട ഉണ്ടാക്കി ന്യായപ്രമാണമെന്ന് പറയുന്ന ഭർത്താവിന് കൊടുത്താൽ പുള്ളി കോപിച്ചിട്ട് ചോദിക്കും, നടുക്കത്തെ ദ്വാരം എന്തിനാ? സാധാരണഗതിയിൽ ഒരു ഉഴുന്നുവട കിട്ടിയാൽ ആരെങ്കിലും ഈ നടുക്കത്തെ ദ്വാരത്തെക്കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ന്യായപ്രമാണം എന്ന് പറയുന്ന ഭർത്താവ് അത് ചെയ്യുന്ന കക്ഷിയെ എന്ത് കാണിച്ചാലും തൃപ്തിയായി, ഐ ആം സാറ്റിസ്ഫൈഡ്, ഐ ആം പ്ലീസ്ഡ്, ഈ ഒരു വാക്ക് പറയാത്ത ഈ ഭർത്താവിനെ സേവിച്ച് കുഴഞ്ഞ എന്താ പറയുന്നത്, നിസ്സഹായായ ആ ഒരു സ്ത്രീയുടെ അവസ്ഥയാണ് മനുഷ്യവർഗം ന്യായപ്രമാണത്തിന്റെ മുമ്പിൽ. എന്നിട്ട് പൗലോസ് ഇവിടെ പറയുകയാണ്, ഞാൻ ആ ദിവസം പറഞ്ഞല്ലോ, രമാമ പഴയ മനുഷ്യനെ നീക്കണമെന്നൊക്കെ കണ്ടുപിടിച്ചത്. ഈ ഭർത്താവിന്റെ കസ്റ്റഡിയിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം? പക്ഷെ പ്രമാണം പറയുന്നു, ന്യായപ്രമാണത്താൽ ഇവൾ ഈ ഭർത്താവിനോട് ബന്ധിക്കപ്പെട്ടിരിക്കുക. ഈ ബന്ധം തീരണമെങ്കിൽ ഇതിലാരെങ്കിലും ഒരാൾ മരിക്കണം. പക്ഷെ ഈ ഭർത്താവിനൊരു പ്രത്യേകത ഉണ്ട്, പുള്ളി മരിക്കത്തുമില്ല. ഇനിയിപ്പോ എന്താ മാർഗം? ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ, സ്ത്രീ ഒന്നും മരിക്കണം. ഈ സ്ത്രീ മരിച്ചു കഴിഞ്ഞാൽ, അല്ല, ഈ ഭാര്യ മരിച്ചാൽ ഈ ഭർത്താവായ ന്യായപ്രമാണവുമായിട്ടുള്ള ആ ബന്ധവും ഈ ഭർത്താവിന്റെ കർത്തൃത്വവും മരണത്തോടുകൂടെ തീർന്നു. ഒന്ന് വായിക്കുമോ ആ 7-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം?
നിങ്ങളങ്ങ് മരിച്ചു. നാം മരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ആ ഭർത്താവിൽ നിന്നും നമുക്ക് മോചനം കിട്ടി. ഇനി ആർക്കാ? നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ വകയായി ഞാനും നിങ്ങളും തീരുന്നു. യേശുവിനെ സേവിച്ചാൽ ഉള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? ഒരിക്കൽ കർത്താവിന്റെ അപ്പോസ്തലന്മാര് രാവിലെ മുതൽ വിശ്രമിക്കാൻ സമയം കിട്ടാതെ വരുന്നവരും പോകുന്നവരും അധികമായിരുന്നു. അവര് കുഴഞ്ഞെന്ന് പറയേണ്ടി വന്നില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഭക്ഷിക്കാൻ പോലും സമയം കിട്ടില്ല. ഒന്ന് വായിക്കാമോ മർക്കോസിന്റെ സുവിശേഷം, അതിന്റെ 6-ാം അധ്യായം 30-31 വാക്യം. അടുത്തത് ഇതാ യേശു കർത്താവിന്റെ പ്രത്യേകത കണ്ടോ? അപ്പോസ്തലന്മാർ വന്നിട്ട്, എൻ്റെ കർത്താവ് രാവിലെ മുതൽ എത്ര പേരെ ഞങ്ങളുടെ അടുക്ക് വന്നതെന്നറിയോ? ഭയങ്കര സന്തോഷം. പക്ഷെ കർത്താവ് എന്ത് മനസ്സിലാക്കി? ഇവര് ഭക്ഷിച്ചിട്ടില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയെന്ന് ആശ്വസിക്കണം, വിശ്രമിക്കണം. ക്ഷീണം അറിയുന്ന കർത്താവ്, ന്യായപ്രമാണം എന്ന് പറയുന്ന ഭർത്താവുണ്ടല്ലോ, നീ വല്ലതും കഴിച്ചോടി എന്ന് ചോദിക്കത്തേയില്ല. എനിക്ക് കൊണ്ടുത്താ, എനിക്ക് കൊണ്ടുത്താ, എൻ്റെ മുമ്പിൽ വിളമ്പ് വിളമ്പ് വിളമ്പെന്നല്ലാതെ രാവിലെ മുതൽ അർദ്ധരാത്രി വരെ കടന്നീ ഈ ഭാര്യ ഈ ഭർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിച്ചാലും നീ കഴിച്ചോ എന്നൊരു ചോദ്യം ചോദിക്കാത്ത കഠിന ഹൃദയനായൊരു ഭർത്താവിനെ പോലെ ന്യായപ്രമാണം അവിടെ നിൽക്കുമ്പോൾ, ഇന്ന് ആ ഭർത്താവിൻ്റെ കീഴിൽ നിന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിൻ്റെ വകയായി തീർന്ന നമുക്കൊരു പ്രത്യേകതയുണ്ട്. കർത്താവ്, എനിക്ക് ക്ഷീണമുണ്ടെന്ന് അങ്ങോട്ട് പറയണ്ട. നമ്മുടെ ക്ഷീണം അറിയുന്ന കർത്താവ്, നമ്മുടെ തളർച്ച അറിയുന്ന കർത്താവ്, നമ്മുടെ വേദന അറിയുന്ന കർത്താവ്, നമ്മുടെ ആവശ്യം അറിയുന്ന കർത്താവ്. ഒരിക്കൽ നയീനിലേക്ക് പോകുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. 2 ആദ്യജാതന്മാർ തമ്മിൽ വഴിയിൽ വെച്ചെന്ന് കണ്ടുമുട്ടി. നയീനിലെ വിധവയുടെ മകൻ, അവളുടെ ഏകജാതൻ. യേശു കർത്താവ് പിതാവാം ദൈവത്തിന്റെ ഏകജാതൻ. 2 ഏകജാതന്മാര് വഴിയിൽ കണ്ടുമുട്ടി. ആ മകന്റെ ശവശരീരവുമായി പോകുന്ന വഴിയാത്രയിലുടനീളം ആ അമ്മ കരയുന്നില്ലെന്ന് പറയാൻ ഒക്കുമോ? കരയുന്നുണ്ട്. എത്രയോ പേര് അവളോട് പറഞ്ഞു കാണും, കരയണ്ട കരയണ്ട. പക്ഷേ എതിർപ്പെട്ടു വന്ന ദൈവത്തിന്റെ ഏകജാതനായ കർത്താവ് സ്ത്രീയെ കരയണ്ട എന്നൊരു വാക്ക് പറഞ്ഞു. യേശു കരയണ്ട എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാണെന്നറിയാമോ? കരയാനുള്ള കാരണത്തെ പരിഹരിക്കാം എന്നുള്ള ഗ്യാരണ്ടി അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിൽ ഇത്രയും നല്ല ഒരു കർത്താവിനെ നമുക്ക് സേവിക്കാൻ ഭാഗ്യമുണ്ടായല്ലോ. ഒരിക്കൽ യോശുവ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്, ഈ ദൈവത്തെ സേവിക്കുന്നത് നന്നല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് ഏത് ദേവനെയും പോയി സേവിക്കാൻ സാധിക്കും, നിങ്ങൾ പൊയ്ക്കൊള്ളുക. പക്ഷേ ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് പറയാൻ കഴിയും, സേവിക്കാൻ കൊള്ളാകുന്ന ഒരുവൻ യേശു മാത്രമാണ്, പിൻപറ്റാൻ കൊള്ളാകുന്ന ഒരുവൻ യേശു മാത്രമാണ്, ആരാധിക്കാൻ കൊള്ളാകുന്ന ഒരുവൻ യേശു മാത്രമാണ്. അവന്റെ മനസ്സലിവ്, അവന്റെ മനസ്സലിവ് എത്ര വലുതാ! എത്രയോ പ്രാവശ്യം നമ്മൾ ക്ഷീണിച്ചവരാ. ശുശ്രൂഷാ മണ്ഡലത്തിൽ ഞാൻ മനസ്സുമടുത്ത അനേക സന്ദർഭങ്ങളുണ്ട്. പരമാർത്ഥമായി ദൈവമേ സ്നേഹിച്ചിട്ടും ഒടുവിൽ ഇങ്ങനെയൊക്കെയാണല്ലോ മനസ്സ് ഭാരപ്പെട്ട അനേക അവസരമുണ്ട്. ഒരിക്കൽ ഞാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്ന് മനസ്സ് ക്ഷീണിച്ച് വളരെ തളർന്ന് വീട്ടിൽ ഞാൻ ചെല്ലുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഒരു ദൈവദാസനും ദൈവദാസിയും വന്നിട്ടുണ്ട്. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കും. ഞാനിതെന്ന് അറിഞ്ഞുകൊണ്ട് ചെന്നാൽ അവിടെ ചെന്ന് പ്രാർത്ഥനയ്ക്കൊരു ആ ദൈവദാസി ഞാനവിടെ മുഴങ്കാൽ മടക്കിയ സമയം ഒരു പാട്ട് പാടി.
മരുഭൂവാമീഹത്തിൽ ഞാൻ അഭയാർത്ഥി, കരങ്ങളിൽ ജലമില്ല കുടിപ്പാനായി. മരുഭൂവാം ഈഹത്തിൽ ഞാൻ അഭയാർത്ഥി, കരങ്ങളിൽ ജലമില്ല കുടിപ്പാനായി. അടുത്തെങ്ങും തണലില്ല വസിപ്പാനായി, അവിടെയും നിൻമുഖം മറയ്ക്കരു. ഈ പാട്ട് പാടിയിട്ട് എന്നോട് പറയുകയാണ്, മകനെ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതല്ലേ? മനസ്സ് ക്ഷീണിച്ചപ്പോൾ അറിയുന്ന ഒരു കർത്താവ്. യിരെമ്യാ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എപ്പോഴും ആവലാതി കേട്ടോണ്ടിരിക്കുക, ദൈവം തരുന്ന വചനം വിളിച്ചു പറയും. ആവലാതി. യിരെമ്യാ വിചാരിച്ചു, ഞാൻ എന്തിനാ ഇതിൻ്റെ എല്ലാം കൂടെ പരാതി ഏറ്റു വാങ്ങാൻ പോകുന്നത്? ഇനി അവന്റെ നാമത്തിൽ ഞാൻ മിണ്ടത്തില്ല. അടുത്തത് അങ്ങനെ പറഞ്ഞപ്പോൾ യഹോവയുടെ വചനം എൻ്റെ അസ്ഥികൾക്കകത്ത് കത്തുന്ന തീ പോലെ വന്നിട്ട്, യഹോവേ നീ എന്നെ സമ്മതിപ്പിക്കുകയും ഞാൻ സമ്മതിക്കുകയും ചെയ്തു പോയി. ഇന്ന് രാത്രിയിൽ ഈ കർത്താവിനെ സേവിക്കുന്നതിൻ്റെ അനുഗ്രഹം, ഈ കർത്താവിനെ സേവിക്കുന്നതിൻ്റെ പദവി, ഈ കർത്താവിനെ സേവിക്കുന്നതിൻ്റെ ആ ത്രില്ലെന്ന് പറയുന്നത് എത്രയധികമാണെന്നറിയാമോ? ഹല്ലേലൂയ. ന്യായപ്രമാണം എന്ന് പറയുന്ന ആ ക്രൂര ഭർത്താവിന് മനസ്സായി അറിഞ്ഞുകൂടാ. ഒന്ന് പ്രസാദിപ്പിക്കണമെങ്കിൽ സാധ്യമല്ല. You do, you do, you do. You give me, give me, give me. You sacrifice, sacrifice, sacrifice. ന്യായപ്രമാണം എന്ന് പറയുന്ന ഭർത്താവ് എപ്പോഴും പറയുന്ന ഒരു വാക്കതാണ്. എന്നാൽ യേശു എന്ന് പറയുന്ന കൃപയും സത്യവും നിറഞ്ഞ നമ്മുടെ പുതിയ ഉടമസ്ഥന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? തകർന്നിരിക്കുന്ന ഹൃദയം, തകർന്നും നുറുങ്ങിയുമുള്ള മനസ്സിനെ ദൈവമേ നീ നിരസിക്കുകയില്ല. ചില സമയങ്ങളിൽ വേദനകളുടെ നടുവിൽ, ഭാരങ്ങളുടെ നടുവിൽ പ്രാർത്ഥിക്കാനൊരു വാക്ക് പോലും കിട്ടാതെ മനസ്സിടിഞ്ഞ് മനസ്സൊന്നുറങ്ങി. ദൈവമക്കളെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യം പറയട്ടെ, അത് പറഞ്ഞ് എൻ്റെ വാക്കോടെ നിർത്തുകയാണ്. എപ്പോഴെങ്കിലുമൊക്കെ എൻ്റെ മനസ്സ് അല്പം അധികമായി വേദനിച്ചെങ്കിൽ ആ വിഷയത്തിൻ്റെ മറുപടി കർത്താവ് ഉടനെ തന്നുകൊണ്ടായിരിക്കും. ഇന്ന് വരെ ഉള്ള അനുഭവമായി പറയാം. കഴിഞ്ഞ 43 വർഷമായി കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തു. ഇന്ന് വരെയും ഒത്തിരി ലാഭാന്മാരുടെ മുഖം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ കർത്താവിനെ അനുഭവിച്ചറിയുമ്പോൾ, ആസ്വദിക്കുമ്പോൾ, ഇവനെ സേവിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നതോർത്ത് എൻ്റെ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയാണ്. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ആ 2 വാക്കിൻ്റെ ഖനം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞാൻ എൻ്റെ വാക്ക് ഇവിടെ നിർത്തട്ടെ. ഈ പത്രോസിൻ ലേഖനത്തിൻ്റെ 3 തീം നമ്മൾ നോക്കിയുണ്ടായി: സഫറിങ്സ്, ഗ്ലോറി ആൻഡ് ഗ്രേസ്. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണിലടച്ച ദൈവത്തിനൊക്കെ പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിലും വളരെ വ്യക്തമായി ദൈവമാവ് വ്യക്തമായി ഇടപെട്ട